നമസ്കാരം. 5 വർഷക്കാലം തുടർച്ചയായുള്ള ഗവർണർ സർക്കാർ പോരാട്ടത്തിന് തിരശീല വീണുവെന്നായിരുന്നു കേരളീയർ കരുതിയിരുന്നത്. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പോരാട്ടവും തെരുവ് യുദ്ധത്തിന്റെയും കാലം കഴിഞ്ഞെന്നും പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ വന്നതോടെ എല്ലാം അവസാനിച്ചെന്നും കരുതിയിടുന്നിടത്താണ് വീണ്ടും അവശബ്ദം കേട്ടു തുടങ്ങിയിരിക്കുന്നത്. UGC ബില്ലിനെതിരായി സർക്കാർ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ VC-മാർ പങ്കെടുക്കാതെ വന്നതോടെയാണ് ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. കേരളത്തിലും രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം. UGC കരട് നിയമത്തിനെതിരെ വിളിച്ചു ചേർത്ത കൺവെൻഷന്റെ ചിലവ് യൂണിവേഴ്സിറ്റി വഹിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത ചാൻസലർ കൂടിയായ ഗവർണർ രംഗത്ത് വന്നതോടെയാണ് രാജ്ഭവനുമായുള്ള ഐക്യത്തിൽ വിള്ളൽ വീണത്. പുതിയ ഗവർണർ ചുമതലയേറ്റതോടെ എല്ലാം ശാന്തമായെന്നായിരുന്നു കരുതിയത്. ബജറ്റ് സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാൻ തയ്യാറായതിനെ CPM സംസ്ഥാന സെക്രട്ടറിയും ചില CPM നേതാക്കളും ഗവർണറെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വെട്ടിച്ചുരുക്കിയത് വിവാദമായിരുന്നു. സർവകലാശാല തൊട്ടുള്ള കളി വേണ്ടെന്ന് മുൻ ഗവർണറോട് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് രൂപീകരണം സംബന്ധിച്ചുള്ള തർക്കം മുതൽ നിരവധി വിഷയങ്ങളിലൂടെയാണ് രാജ്ഭവനും നിയമസഭയും തമ്മിലുണ്ടായിരുന്നത്. ഒടുവിൽ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്നതിനുള്ള ബില്ലും ഈ സർക്കാർ പാസാക്കിയിരുന്നു. ഗവർണർ സർക്കാർ പോരാട്ടം എല്ലാ സീമകളും ലംഘിക്കുകയും പൊതുജന മധ്യത്തിൽ ഏറ്റുമുട്ടലായി മാറുകയും ചെയ്തതോടെ നിരവധി ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുന്ന അപൂർവമായ നിലപാടിലേക്ക് വരെ പോവുകയും ചെയ്തു. 5 വർഷം ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സർക്കാർ പോരാട്ടം കടുപ്പിക്കുകയായിരുന്നു. അതിനാൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണർത്തിയ ദിനമായിരുന്നു ജനുവരി 2. കേരള ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ചുമതലയേറ്റ ദിനം. ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തിന്റെ ചുമതല ഒഴിഞ്ഞതിൽ വലിയ സന്തോഷത്തിലായിരുന്നു സർക്കാർ. സർക്കാരുമായുള്ള പോരാട്ടമല്ല തന്റെ രീതിയെന്നും സർക്കാരിനെ സഹായിക്കലാണ് തന്റെ നയമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു പുതിയ ഗവർണർ. ഇതോടെ CPM-ഉം സംസ്ഥാന സർക്കാരിനുമുണ്ടായ ആശ്വാസത്തിന് തെല്ലും കണക്കുമില്ലായിരുന്നു. സർവകലാശാലയിലെ VC നിയമനത്തിലും സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിച്ചതിലുമടക്കം നിരവധി വിഷയങ്ങളിൽ രാജ്ഭവൻ ഇടപെട്ടിരുന്നു. സർക്കാരിനെതിരെ നിരന്തരം ഇടപെടലുണ്ടായി. ബില്ലുകൾ ഒപ്പിടുന്നതിൽ പുതിയ തർക്കം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് വളരുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായുള്ള പോരാട്ടമായി വരെ വിലയിരുത്തപ്പെട്ടു. സർക്കാരിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി വരെയുള്ള സ്ഥാപനങ്ങളിൽ രാജ്ഭവനും പിടിമുറുക്കി. VC നിയമനം, സിൻഡിക്കേറ്റ് രൂപീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചാൻസലർ കൂടിയായി ഗവർണർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. സാങ്കേതിക സർവകലാശാലയിലടക്കമുള്ള VC നിയമനത്തിൽ ചാൻസലർ കൂടിയായി ഗവർണർ പ്രത്യേക അധികാരം വിനിയോഗിച്ച് നിയമനം നടത്തിയതും ഏറെ വിവാദമായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനുമായി നിരന്തരം കലഹിക്കുകയും ഗവർണറെ തെരുവിൽ തടയുന്നതടക്കമുള്ള സമരമാർഗങ്ങളായിരുന്നു CPM-ഉം അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFI-യും അഴിച്ചുവിട്ടത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VC നിയമന വിവാദം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ നടത്തിയ വിവാദ നീക്കം തുടങ്ങി നിരവധി തർക്കങ്ങളിൽ ആരംഭിച്ച പോരാട്ടമൊടുവിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാലയെ കൊണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് DDT നൽകാനുള്ള ചാൻസലറുടെ നിർദ്ദേശം നടപ്പാക്കാത്തത് മുതലുള്ള വിവാദം സാങ്കേതിക സർവകലാശാലയിലെ VC നിയമനം തുടങ്ങി നിരവധി തർക്കങ്ങൾക്ക് തിരികൊളുത്തി. ഒടുവിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം കനത്ത സാഹചര്യത്തിലാണ് ചാൻസലർ പദവി ഗവർണറിൽ നിന്നും എടുത്തു മാറ്റാനുള്ള ബില്ല് അവതരിപ്പിച്ചത് പോലും. ബില്ല് ഏകകണ്ഠമായി പാസാക്കിയെങ്കിലും ബിൽ നിയമാവകാശമാണെങ്കിൽ അതിൽ ഗവർണർ ഒപ്പിടാൻ തയ്യാറായില്ല. 6 ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ സർക്കാരിനെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വരുന്നു. ഗവർണർ BJP-യുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുവെന്ന നിരന്തര ആരോപണമായിരുന്നു CPM-നും. മുഖ്യമന്ത്രിയും ഗവർണറും നേരിൽ സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത സാഹചര്യം വരെ എത്തി തർക്കങ്ങൾ. 5 വർഷം പൂർത്തിയാക്കിയതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയും രാജേന്ദ്ര ആർലേക്കർ കേരളത്തിൽ ഗവർണറായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്.
രാഷ്ട്രീയമായുള്ള നിലപാടുകൾക്കപ്പുറം കുറച്ചുകൂടി അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും പുതിയ ഗവർണറുടെ തീരുമാനങ്ങളും നയങ്ങളും എന്നായിരുന്നു സർക്കാരും CPM-ഉം തുടക്കത്തിൽ കരുതിയിരുന്നത്. എന്നാൽ 2 മാസം തികയുന്നതിന് മുമ്പ് പുതിയ ഗവർണർക്കെതിരായ നിലപാട് പഴയത് തന്നെയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചിരിക്കുകയാണ്. ഗുസ്തിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നു മുൻ ഗവർണർ ആരിഫ് ഖാനെങ്കിൽ തന്ത്രപൂർവ്വം എതിരാളികളെ നേരിടുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് ആർലേക്കർ. എന്തായാലും ഗോവ സ്വദേശിയും മുൻ RSSകാരനുമായ രാജേന്ദ്ര ആർലേക്കറുടെ നീക്കം ആരിഫ് മുഹമ്മദ് ഖാന്റെ പോലെതായിരിക്കില്ല. ബഹളങ്ങൾക്കൊന്നും ഇടകൊടുക്കാതെ വളരെ ലാഘവത്തോടെ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെയും രാഷ്ട്രീയ നിലപാടുകൾ ഗവർണർ കേരള സർക്കാരിനെ അംഗീകരിപ്പിക്കും. പ്രഭാത സവാരിക്ക് രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയെ വിളിച്ചതൊക്കെ ഗവർണറുടെ വെറും നമ്പർ മാത്രമാണെന്ന് CPM-ഉം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വരും കാലത്ത് ഗവർണറും സർക്കാരും അത്ര നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവില്ലെന്ന സത്യം അവർ തിരിച്ചറിയുകയാണ്. അതെ, മതവിധുകാലം കഴിഞ്ഞിരിക്കുന്നു. രാജ്ഭവൻ വീണ്ടും ശത്രുതാവളമാവുന്നു എന്ന് തന്നെയാണ് സൂചനകൾ.